ഹലോ ഗൈസ്, കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ദൂരയാത്രയിലാണ്. ദൂരയാത്ര എങ്ങോട്ടാണെന്ന് പറയാം വഴിയെ. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ 4 മണിക്ക് വണ്ടിയെ കയറി സ്ഥലത്തെത്തി. ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം അങ്ങ് നടക്കണം. കുറച്ച് ദൂരം നടന്ന് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് വണ്ടി വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങ് നടക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങി വണ്ടിയിൽ നിന്ന് നടന്ന് പോവുകയാണ്. അപ്പം ആ സ്ഥലം എവിടെയാണെന്ന് ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പം പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. വേറെ എവിടെയല്ല, നമ്മൾ ഗുരുവായൂർ അമ്പലമാണ്. എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. ഞാൻ നേരത്തെയും പോയിട്ടുള്ളതാണ്. നമ്മൾ എത്ര പ്രാവശ്യം പോയാലും പിന്നെയും പോകാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ എൻട്രിയിലെത്തി. ഞങ്ങൾ ബാഗും നമ്മുടെ ഫോണൊക്കെ അവിടെ സൂക്ഷിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ക്യൂ നിന്ന് അകത്ത് കയറി തൊഴുതതിന് ശേഷം ഒരു 5 മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു നമുക്ക് അകത്ത് കയറി തൊഴാനായിട്ട്. എന്നാലും അകത്ത് കയറി തൊഴുത് എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റി. അതിനുശേഷം പുറത്തിറങ്ങി എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് ഫ്രണ്ട് വശത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റിയല്ല. മാറി ഒരു സ്ഥലത്ത് പോയി നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ചു. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തൂടെ നടന്ന് സാധനങ്ങൾ നമുക്ക് എത്ര നേരം കണ്ടാലും മതി വരാത്തോളം സാധനങ്ങളും എല്ലാം നമുക്കുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ നാത്തൂൻ്റെ കൂടെ നിന്ന് വീഡിയോയും ഫോട്ടോയും പിന്നെ കൂടെ പോകുന്ന പിള്ളേരും ചേച്ചിമാരും എല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും നല്ല സന്തോഷമായിട്ട്. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ചോറുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് ചോറും സാമ്പാറും ഒക്കെ കഴിച്ചു. അതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം എന്തുമാത്രം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹങ്ങളാണ്, കൃഷ്ണൻ്റെയും കണ്ണൻ്റെയും ഞാൻ അവിടെ നിന്നൊരു കുഞ്ഞ് കണ്ണനെ മേടിച്ചു. മൈപ്പീലിയും ഒരു ചെറിയൊരു ഇതിനകത്ത് കുന്നിക്കുരുവൊക്കെ വെച്ച് അതിനകത്ത് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന ഒരു കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം ഞാൻ മേടിച്ചു അവിടുന്ന്. അങ്ങനെ എല്ലാവരും ഷോപ്പിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. തൊഴാൻ പറ്റിയത് കാരണം അകത്ത് കയറി പലരും വന്നിട്ട് തൊഴാതെ ഗുരുവായൂരപ്പനെ കാണാതെ തിരിച്ചു പോയവരുണ്ട്. പലപ്പോഴും വരുമ്പം തിരക്ക് കാരണം. അങ്ങനെ ഞങ്ങൾക്കെല്ലാവരും ഗുരുവായൂരപ്പനെ കാണാനും തൊഴാനും ചേച്ചിമാരാണേലും അവിടുന്ന് പാൽപ്പായസവും ഒക്കെ ക്യൂ നിന്ന് മേടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന ഭാഗമാണ്. കണ്ടോ ഗുരുവായൂരപ്പൻ്റെ അവിടുത്തെ അമ്പലക്കുളം കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. പിന്നെ എല്ലാവരും ഞങ്ങൾ ആ തൊഴുതിറങ്ങിയതിന് ശേഷം ഒത്തിരി നേരമായില്ല ചുറ്റി നടന്ന് എല്ലായിടവും കണ്ട് പെറുക്കി ഒക്കെയാണ് പോകുന്നത്. നമുക്ക് എന്തേരമായില്ല നടന്നാലും നമുക്ക് പോരാൻ തോന്നിയല്ല, അത്ര ഫീലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അവിടെ നിന്നൊരു സ്റ്റെപ്പ് ഒരു ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ച് ഞാനൊരു ഡാൻസ് കളിച്ചു. എനിക്കത് ഒത്തിരി സന്തോഷമായി. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അവിടെ സ്റ്റേജിലാണെങ്കിലും പിള്ളേർ ഡാൻസ് അരങ്ങേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നു. ഞങ്ങളൊരു ബീച്ചിൽ വന്ന് ഓഹോ ബീച്ചിലാണ് വന്നത്. ഞങ്ങൾ ആനത്തൊട്ടിൽ പോകണം എന്നോർത്തതായിരുന്നു. സമയത്തിൻ്റെ പരിമിതി കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. രാത്രി ആയായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോൾ തന്നെ അസ്തമയത്തിൻ്റെ സമയമായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാം ബീച്ചിലേക്ക്, ചേച്ചിമാരും ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോവാണ്. അസ്തമയം കണ്ടു. പിന്നെ പിള്ളേർ അങ്ങനെ ബീച്ചിൽ കിടന്ന് കുറേ നേരം വെള്ളത്തിൽ കളിക്കുകയും കടപ്പുറത്ത് കളിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ആസ്വദിച്ചു.
പോയി ചാടി. ആ റെഡി എല്ലാവർക്കും 1 2 3 സ്റ്റാർട്ട്. ഒറ്റയ്ക്ക് കൂടെ നിൽക്കുന്നവരായിരുന്നു പോകുന്നവരെല്ലാവരും. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ബീച്ചിലൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കടപ്പുറത്ത് കുറേ നേരം ചാടി. വെള്ളത്തിൽ കൂടെ എല്ലാ പിള്ളേരും ചേച്ചിമാരും ചാടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റിട്ടേണ് പോരുവാണ്. പിള്ളേർക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്ന ഭാഗമാണിത്. അവളുമാരോട് ഞാൻ വെള്ളത്തിൽ ചാടാൻ പറയുമ്പം ഒരുമിച്ച് ചാടാൻ പറയുമ്പോഴത്തേനും എല്ലാവരും പല രീതിയിലാണ് കാല് പൊക്കി ചാടുന്നത്. അങ്ങനെ ഇരുട്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോരുകയാണ്. ഇരുട്ടായിരുന്നു ഇച്ചിരി. അപ്പോഴത്തേന് പിന്നെ പിള്ളേർക്കെല്ലാം ഐസ്ക്രീം മേടിച്ച് കൊടുക്കാനായിട്ട് അവിടെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ കഫേ പോലെ ഉള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഫുഡൊക്കെ കിട്ടുന്ന ഐസ്ക്രീമും പിന്നെ കപ്പയൊക്കെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി പിള്ളേർക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു. അങ്ങനെ റിട്ടേൺ ഞങ്ങൾ വണ്ടിയെ കയറി ഡാൻസ് തുടങ്ങി. പാട്ടെല്ലാം വെച്ച് എല്ലാവരും ഡാൻസാണ്. പിള്ളേർ സെറ്റെല്ലാം പൂര ഡാൻസാണ്. ഞാനും ചാടി, എല്ലാവരും ചാടി. ഭയങ്കര കളിയാണ്. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. കൂടെ പോകുന്ന എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോരുകയാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. ഒരു ചെറിയ തട്ടുകട പോലത്തെ ഒരു സംഭവമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ബസ്സിൻ്റെ ഇതായിരുന്നു അതിൻ്റെ എൻട്രി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരും ഫുഡ് കഴിക്കാമായിരുന്നു. പക്ഷേ ആ ഫുഡ് കഴിക്കാൻ കയറിയെടുത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർ നമ്മളെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കൊണ്ട് തന്നത്. പാത്രം ആദ്യം കൊണ്ട് വെച്ചു. അതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഫുഡ് കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ പോസ്റ്റായിപ്പോയി. എന്നാണേലും കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. ഫുഡ് കഴിച്ചു. തിരിച്ച് റിട്ടേൺ ഞങ്ങൾ കഴിച്ചതിന് ശേഷം എല്ലാവരും ഇറങ്ങി. വീണ്ടും ഞങ്ങൾ വണ്ടിയെ കയറാനുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഫ്രഷായി അവിടുന്ന് വണ്ടിയെ കയറാനുള്ള തയ്യാറെടുപ്പാണ്. വീണ്ടും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വണ്ടിയെ കയറിയപ്പോൾ എല്ലാവർക്കും ക്ഷീണമായിപ്പോയി. പിന്നെ ആരും ഡാൻസൊന്നും കളിച്ചില്ല. എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ ഈ കൊച്ചു യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.